സത്യമാണെന്ന് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് നമുക്ക് എന്തുകൊണ്ട് എളിമയോടുകൂടി ചിന്തിച്ചുകൂടാ, ഒന്ന് പ്രാർത്ഥിച്ചുകൂടാ? അങ്ങനെ കർത്താവ് പറഞ്ഞു വെക്കുകയാണ്, എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന്. കർത്താവ് സത്യമായും പറയാണ്, എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്തുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ സ്വന്തമായിരിക്കുമ്പോ നമ്മുടെ ഏകാന്തതയില് സ്വകാര്യതയില് ശാന്തമായി ഇരുന്നുകൊണ്ട് ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തണമേ, എന്റെ വിശ്വാസം തരണമേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഹൃദയപരമാർത്ഥയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവം നമ്മോട് സംസാരിക്കും. കാരണം നമ്മുടെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ദൈവമാണ്. ഒരുപക്ഷെ നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ പറ്റിയില്ല. തന്നെയുമല്ല, നമ്മൾ താരതമ്യം ചെയ്യും. മറ്റുള്ളവർക്ക് അതുണ്ട്, ഇതുണ്ട്, ഞാൻ കഴിവ് കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ എനിക്ക് സമ്പത്തില്ല, ആരോഗ്യമില്ല എന്നൊക്കെ. എല്ലാവരെയും സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു ദൈവമാണ്. ആരോഗ്യം കുറഞ്ഞവനോടും ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. നിന്റെ ഈ ആരോഗ്യസ്ഥിതിയിൽ നിനക്ക് എന്നെ എങ്ങനെ മഹത്വപ്പെടുത്താമെന്നും എങ്ങനെ കണ്ടെത്താമെന്നൊക്കെ ദൈവം അവനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ശ്രദ്ധ അതില്ലാത്തത് കൊണ്ട് അവനത് മനസ്സിലാകില്ല. അതേ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ആത്മീയമായ കാര്യത്തെ പറ്റി പറയാനാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ സന്തോഷത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു പറയുന്നത് സമാധാനത്തിന്റെ രാജാവെന്നാണ്. ആ രാജാവിന്റെ കീഴിൽ വരുന്ന പ്രജകളെല്ലാം ആ സമാധാനത്തിന്റെ പങ്കാളികളായിട്ട് മാറും. നമ്മൾ ആര് തന്നെ ആയാലും, ജോലിയുള്ളവനോ ജോലിയില്ലാത്തവനോ, അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയോ രോഗിയായിരിക്കുന്ന അവസ്ഥയോ, സമാധാനം നമ്മളില്ലെങ്കിൽ നമ്മളേറെ ദുഃഖത്തിനും ദുരിതരാണ്. നമുക്ക് എന്തെല്ലാം സമ്പത്തുണ്ട്, സൗഭാഗ്യങ്ങളുണ്ട്, വാഹനമുണ്ട്, സുഖ സൗകര്യങ്ങൾ ഉണ്ട്, എന്തു തന്നെ ആയാലും സമാധാനം എന്നൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഉറക്കം കിട്ടുകയില്ല, സ്വസ്ഥത ഉണ്ടാകില്ല. പക്ഷേ നാം വില കൊടുത്ത് ഡോക്ടറെ കൊണ്ട് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് പോലും ഉറക്കം കിട്ടാത്തവരുണ്ട്. എന്താ കാരണം? അതവന് ശാരീരിക ഘടനകളും സാഹചര്യങ്ങളൊക്കെ ആണെന്ന് നാം പറയാം. എന്നിരുന്നാലും ദൈവമായിട്ടൊരു ബന്ധമുള്ളവന് ഉറക്കം അല്പം കുറഞ്ഞാലും കൂടിയാലും സമാധാനത്തോടെ കൂടി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോ പറഞ്ഞു, സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ്. യേശു കർത്താവ് ഭൂമിയിൽ പിറന്നു വീണപ്പോ മാലാഖമാര് പാടി, സന്മനസ്സുള്ളവർക്ക്, നല്ല മനസ്സുള്ളവർക്ക് സമാധാനത്തിന് ഒരുപാട് വകകളുണ്ട്. ഇനി ഇങ്ങനെ ഇരിക്കുക, ഒരു വ്യക്തി രോഗത്തിന് അടിമയാണ്, കടബാധകളാണ്, ഈ ഭൗതികമായ ഞെരുക്കങ്ങള് അവനിലുണ്ട് എന്ന് കരുതുക. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?